Hi students, in later session we discussed about mainly it is about the maps and maps 1 and map 2 and their discoveries, and also we discussed about historians and their sources that they used. Okay, now we are going to discuss about the region and empire. പല റീജിയൻസും ഭരിക്കാൻ വേണ്ടിയിട്ട് പല എംപയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പല റീജിയൻസും പല റൂളേഴ്സും ഭരിച്ചു. പല പ്രിൻസിപ്പൽ ബേസിസിലായിരുന്നു അവർ ഭരിച്ചത്. ആ ഒരു ടൈമിൽ പല തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഈവെന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ദ ലാർജ് സ്റ്റേറ്റ്സ് ലൈക്ക് ദോസ് ഓഫ് ചോളാസ് അല്ലെങ്കിൽ തുഗ്ലക്സ് ഓർ മുഗൾസ് എൻകംപാസ്ഡ് മെനി റീജിയൻസ്. ഇപ്പോ വലിയ വലിയ സംസ്ഥാനങ്ങളൊക്കെ ആര് ഭരിച്ചു എന്നാണ് പറയുന്നത്? ഈ ചോളാസ്, അതുപോലെ തന്നെ തുഗ്ലക്സ് അല്ലെ, അല്ലെങ്കിൽ ഓർ മുഗൾസ് എൻകംപാസ്ഡ് മെനി റീജിയൻസ്. ഈ മൂന്ന് റൂളേഴ്സ് പല വലിയ റീജിയൻസും പല വലിയ സംസ്ഥാനങ്ങളും ഭരിച്ചവരാണ്. മെയിൻലി ചോളാസും തുഗ്ലക്സും മുഗൾസ് എന്ന് നമുക്ക് അറിയാം അല്ലെ മക്കളെ. ആൻഡ് ദ ഡൽഹി സുൽത്താൻ, it is Ghiyasuddin Balban ഭരിച്ചത്. It is in 1266 to 1287. He was the ruler of a vast empire that stretched from, നമ്മൾ പറഞ്ഞു ലാർജ് സ്റ്റേറ്റ്സ് ഒക്കെ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളാണ് ഏതൊക്കെ മക്കളെ? നമ്മുടെ ചോളാസും തുഗ്ലക്സും മുഗൾസും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈ ഡൽഹി സുൽത്താൻ ആയിട്ടുള്ള ഗിയാസുദ്ദീൻ ബാൽബൻ, അദ്ദേഹം ഭരിച്ച ടൈം ലൈൻ ആയിരുന്നു മക്കളെ. ഇറ്റ് ഈസ് ഇൻ 1266 to 1287 എന്ന് ഓർക്കുക. ആൻഡ് ഹി വാസ് ദ റൂളർ. അദ്ദേഹം ഭരിച്ചത് എന്ന് പറയുന്നത് വാസ്റ്റ് എംപയർ ആയിരുന്നു. അദ്ദേഹം വാസ്റ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ്, അത്രയും പരന്നു കിടക്കുന്ന സംസ്ഥാനം അല്ലെ. പല റീജിയൻസും അദ്ദേഹം ഭരിച്ചു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫ്രം ബംഗാൾ in the east to Ghazni, it is Ghazana in Afghanistan in the west, had included all of South India എന്നാണ് കേട്ടോ പറയുന്നത്. അദ്ദേഹം ഭരിച്ചത് ഡൽഹി സുൽത്താൻ ആയിട്ടുള്ള ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്ന അദ്ദേഹം ഭരിച്ച വാസ്റ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. എവിടെ തൊട്ട് എവിടെ മുതൽ അദ്ദേഹം ഭരിച്ചു എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് ഫ്രം ബംഗാൾ ഇൻ ദ ഈസ്റ്റ് ടു ഇറ്റ് ഈസ് ഗാസ്നി ഇൻ അഫ്ഗാനിസ്ഥാൻ അല്ലെ, വെസ്റ്റ് വരെയാണ്. ഇറ്റ് ഇസ് ബംഗാൾ ഇൻ ദ ഈസ്റ്റ്, അഫ്ഗാനിസ്ഥാൻ ഇൻ ദ വെസ്റ്റ് വരെയുള്ള റീജിയൻസ് ഒക്കെ ഭരിച്ചിട്ടുള്ള ഒരു ഡൽഹി സുൽത്താൻ ആയിരുന്നു ആര് മക്കളെ? ഇറ്റ് ഈസ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ലാർജ് സ്റ്റേറ്റ് ഭരിച്ചിട്ടുള്ള ആളുകളായിരുന്നു ചോളാസ്, തുഗ്ലക്സ് ഓർ മുഗൾസ്. അതുപോലെ തന്നെ ഈ ഒരു ലാർജ് സ്റ്റേറ്റ് ഭരിച്ചിട്ടുള്ള മറ്റൊരു റൂളർ ആയിരുന്നു ആര്? ഇറ്റ് ഇസ് ഗിയാസുദ്ദീൻ ബാൽബൻ അല്ലെ. അദ്ദേഹം ഭരിച്ചിട്ടുള്ള ഏരിയാസ് ഫ്രം ബംഗാൾ ഇൻ ദ ഈസ്റ്റ്, ബംഗാൾ റീജിയൻസ് ഇൻ ദ ഈസ്റ്റ് മുതൽ അഫ്ഗാനിസ്ഥാൻ റീജിയൻസ് ഇൻ ദ വെസ്റ്റ് വരെ അദ്ദേഹം എല്ലാ സൗത്ത് ഇന്ത്യ ദ്രാവിഡ റീജിയൻസും അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു എന്നതാണ്, അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു എന്നതാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, പീപ്പിൾ ഓഫ് ഡിഫറെന്റ് റീജിയൻസ്. ഇപ്പോ പല റീജിയൻസിൽ നിന്നുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള ജനങ്ങള്. ഏതൊക്കെ സ്റ്റേറ്റ്? ഇറ്റ് ഇസ് ഗൗഡ, ആന്ധ്ര, കേരള, കർണാടക, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് apparently fled before his armies. എന്ന് വെച്ചാല് ഇദ്ദേഹത്തിന്റെ ഡൽഹി സുൽത്താനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഗിയാസുദ്ദീൻ ബാൽബന്റെ ആർമീസിനെ ഭയന്നിട്ട് നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകള് പല റീജിയൻസിലേക്ക് അവര് പുറപ്പെട്ട് അവിടെ അഭയാർത്ഥികളെ പോലെ വേറെ റീജിയൻസിലേക്ക് ചേക്കേറി എന്നാണ് പറയുന്നത്. ഈ ഒരു റൂളറിന്റെ ആർമീസിനെ പേടിച്ചിട്ട് എന്നാണ്. ഏതൊക്കെ റീജിയൻസിലുള്ള ആളുകള്? ഗൗഡ, ആന്ധ്ര, കേരള, കർണാടക, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഓക്കെ, ആൻഡ് ഹിസ്റ്റോറിയൻസ് റിഗാർഡ് ദിസ് ആസ് an exaggerated claims of conquest. ഇത്ര ലാർജ് ഏരിയാസ് ഇവരുടെ കീഴിലാണ്, ഇദ്ദേഹത്തിന്റെ റൂളറിന്റെ ഗിയാസുദ്ദീന്റെ കീഴിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആർമീസ് പല സ്റ്റേറ്റിലുമായിട്ട് എന്ത് ചെയ്യും? ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഭയമാണ് അല്ലെ. എന്നിട്ട് അവർ വേറെ റീജിയൻസിൽ, അവിടെയുള്ള ജനങ്ങൾ വേറെ റീജിയൻസിലേക്ക് പോയി ചേക്കേറും. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെ. എന്ന് വെച്ചാൽ ഈ ഹിസ്റ്റോറിയൻസ് പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത് ഇവർ ഇങ്ങനെ എല്ലാ റീജിയൻസും പോയി കോൺക്വസ്റ്റ് ചെയ്താനുള്ള അവസ്ഥ അല്ലെ എന്തായിരിക്കാം?
At the same time, they tried to understand why rulers kept claiming to have control over different parts of subcontinent. എന്തുകൊണ്ടാണ് ഇവര് ഇപ്പൊ ഗിയാസുദ്ദീൻ പോലുള്ള റൂൾ ആന്ധ്ര, കേരള, കർണാടക, മഹാരാഷ്ട്രയിലൊക്കെ അദ്ദേഹത്തിന്റെ റൂളിംഗ് പവർ അവിടെ എക്സാജുറേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ആളുകള്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ അതാണ് മെയിൻലി റൂളർ ആൻഡ് ദിയർ റീജിയൻ, റൂളർ ആൻഡ് ദിയർ എംപയർ എന്നുള്ള ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ലാംഗ്വേജ് ആൻഡ് റീജിയൻ. ലാംഗ്വേജ് ബേസിസിലാണ് പല സ്റ്റേറ്റ്സും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. എന്തൊക്കെയാണ്? In 1318, the poet Amir Khusro noted that there was a different language in every region of this land. അപ്പോ അമീർ ഖുസ്രു എന്ന് പറയുന്ന പോയറ്റ് 1318 ആ ഒരു വർഷത്തിൽ പറഞ്ഞു പല റീജിയൻസും പല ഭാഷയുടെ ബേസിസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ മക്കളെ. ഏതൊക്കെയാണ് ആ ലാംഗ്വേജസ് എന്ന് നോക്കിയാൽ പല ലാംഗ്വേജസ് ആണ് പല റീജിയനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ കേരളയില് മലയാളമാണെങ്കിൽ തമിഴ്നാട്ടില് തമിഴാണ് അല്ലെ, കർണാടകയിലോ കന്നഡ അല്ലെ. അങ്ങനെ പല റീജിയൻസിലും ഇതാണ്. വെസ്റ്റ് ബംഗാളില് ബംഗാളി, അങ്ങനെയുള്ള ലാംഗ്വേജസ്. പിന്നെ വേറെ ലാംഗ്വേജസ് ഉണ്ട്. ഏതൊക്കെയാ? സിന്ധി, ലാഹോറി ആൻഡ് കാശ്മീരി ആൻഡ് ദവർ സാമൂതിരി. ഇൻ സദൺ കർണാടകയിലുള്ള ഭാഷയാണ് ഇറ്റ് ഇസ് ദവർ സാമൂതിരി അല്ലെ. സിന്ധി, ലാഹോറി, കാശ്മീർ. ഓക്കെ, ആൻഡ് തെലുങ്കാനി ഇൻ ആന്ധ്രാപ്രദേശിലുള്ള വേറൊരു ഭാഷ. ആൻഡ് ഗുജറി ഇൻ ഗുജറാത്ത് and Mabari in Tamil Nadu and Gauri in Bengal and Awadhi in eastern Uttar Pradesh and ഹിന്ദാവി ഇൻ ദ ഏരിയ അറൌണ്ട് ഡൽഹി. അങ്ങനെ പല റീജിയൻ ബേസിസിലും എന്തുണ്ട്, പല ലാംഗ്വേജ് ആണുള്ളതെന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കേരളയിൽ ഒരേ മലയാളം പല ഡിഫറെന്റ് മലയാളം ഡയലക്ട്സ് ആണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ സുപ്രീം ആയിട്ടൊരു ലാംഗ്വേജ് ഉണ്ടെങ്കിലും ആ ഒരു ലാംഗ്വേജിന്റെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയലക്ട്സ് ആയിരിക്കും പല റീജിയൻസിലും, ആ ഒരു സ്റ്റേറ്റിന്റെ പല റീജിയൻസിലും എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ. അപ്പൊ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പല ഡയലക്റ്റ് ആണ്. എന്ന് വെച്ചാൽ കേരളയിലെ പല ഡിസ്ട്രിക്റ്റിലും പല ടൈപ്സ് ഓഫ് മലയാളമാണ് പലരും പറയുന്നത്. കോട്ടയം വേറൊരു വ്യത്യസ്ത മലയാളമാണ് അല്ലെ, തൃശ്ശൂരിൽ വേറൊരു, മലപ്പുറംകാര് വേറൊരു ഡയലക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഏതൊക്കെയാണ് ഓരോ റീജിയനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന പല ലാംഗ്വേജസ് മക്കളെ. സിന്ധി, Lahori, Kashmiri and Gujri in Gujarat and Gauri in Bengal and Awadhi in eastern Uttar Pradesh and Hindavi in the area of Delhi. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷനില്. And Amir Khusro went on to explain that in contrast to these languages there was Sanskrit which did not belong to any region. അപ്പൊ അമീർ ഖുസ്രു കണ്ടെത്തിയ ഒരു വേറൊരു ഇതെന്ന് വെച്ചാൽ പല ലാംഗ്വേജിനും പല റീജിയൻ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സാൻസ്ക്രിറ്റ് മാത്രം ഒരു റീജിയനെയും എന്ത് ചെയ്യുന്നില്ല, ഒരു റീജിയന്റെയും സുപ്രീം ലാംഗ്വേജ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഏത് ലാംഗ്വേജ് മക്കളെ? സാൻസ്ക്രിറ്റ് അല്ലെ, സാൻസ്ക്രിറ്റ്. ഓക്കെ, ഇറ്റ് വാസ് എൻ ഓൾഡ് ലാംഗ്വേജ്. സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന പണ്ടേ ഉള്ള ഒരു ലാംഗ്വേജ് ആണ് ഇത് സാൻസ്ക്രിറ്റ്. ഇറ്റ് ഈസ് എ കോമൺ പീപ്പിൾ do not know the Brahmins do. എന്താ വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് എന്തറിയില്ല, സാൻസ്ക്രിറ്റ് അറിയില്ല. ഈ ബ്രാഹ്മിൻസിന് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് ഈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് അറിയുള്ളൂ അല്ലെ. അവരുടെ ലാംഗ്വേജ് ആണല്ലോ മെയിൻലി സാൻസ്ക്രിറ്റ്. ഓക്കെ, by 700 അങ്ങനെ 700 ആ ഒരു വർഷത്ത് many regions already possess distinct geographical dimensions അല്ലെ. പല സ്റ്റേറ്റും അവരുടെ പല ജോഗ്രഫി അല്ലെ പല നാഷനും അവരുടെ ജോഗ്രഫിക്കലി ഡിഫറെന്റ് ആണ്. പല നാഷൻസ് എന്ന് മക്കൾക്ക് അറിയല്ലോ. ആൻഡ് their own language. എന്തൊക്കെ ഇതിൽ വ്യത്യസ്തരാണ് ഓരോ സ്റ്റേറ്റും മക്കളെ? അവരുടെ ജോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായിട്ട് പല വ്യത്യാസങ്ങളും ഉണ്ട് അല്ലെ. ആൻഡ് ലാംഗ്വേജ് പല സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന അവരവരുടേതായിട്ടുള്ള ഭാഷകളിലാണെന്ന് പറയും. പിന്നെ സംസ്കാരത്തിലും നമ്മൾ വ്യത്യസ്തരാണ് അല്ലെ. ആൻഡ് they were also associated with a specific ruling dynasty. പല സ്റ്റേറ്റും പല റൂളേഴ്സ് ആണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ പല നാഷനും പല റൂളേഴ്സ് ആണ് അല്ലെ ഭരിക്കുന്നത്. ഓക്കെ, ആൻഡ് there was considerable conflict between this day. പണ്ട് കാലങ്ങളിൽ ഇവർ തമ്മിൽ പല സംഘട്ടനങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പല വോഴ്സും ഉണ്ടായിരുന്നു പല നാഷൻസുമായിട്ട്. ഓക്കെ, പിന്നെ occasionally dynasties like Cholas, Khiljis and Tughlaqs
and Mughals were able to build an empire that was pan-regional, spanning diverse regions. എന്ന് വെച്ചാല് പല റൂളേഴ്സും വന്നു. ഏതൊക്കെ റൂളേഴ്സ് ആണ് നമ്മൾ പറഞ്ഞതാണ്? ചോളാസ്, ഖിൽജീസ്, തുഗ്ലക്സ്, മുഗൾസ് ഒക്കെ ഇന്ത്യയിലെ പല സ്റ്റേറ്റും ഭരിച്ചിരുന്ന റൂളേഴ്സ് ആയിരുന്നു അല്ലെ. ആൻഡ് നോട്ട് ഓൾ ദിസ് എംപയേഴ്സ് വെർ ഈക്വലി സ്റ്റേബിൾ ഫോർ സക്സസ്ഫുൾ. എന്ന് വെച്ചാൽ എല്ലാവരും എന്താണ് എപ്പോഴും നിലനിന്ന് തുഗ്ലക്സ് മാത്രമായിരുന്നില്ല അപ്പോ ആ ഒരു കാലഘട്ടത്ത് ഭരിച്ചിരുന്നത് അല്ലെ. നമ്മുടെ പല ഏജസിലും പല റൂളേഴ്സ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ആരും സ്റ്റേബിൾ ആയിരുന്നില്ല. ചിലർ സക്സസ്ഫുൾ ആവും, ചിലർ അൺസക്സസ്ഫുളും ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഓൾഡ് ആൻഡ് ന്യൂ റിലീജിയൻസ്. പണ്ടത്തെ കാലത്തും ഇപ്പത്തെ കാലത്തും ഉള്ള റിലീജിയനെ കുറിച്ചാണ് കേട്ടോ മക്കളെ പറയാൻ പോകുന്നത്. And the 1000 years of history that we are exploring witnessed major developments in religious tradition. ഇപ്പൊ 1000 കൊല്ലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ നോക്കുമ്പോൾ എത്ര വലിയ മാറ്റങ്ങളാണ് റിലീജിയൻ ബേസിസിൽ വന്നിട്ടുള്ളത് അല്ലെ. റിലീജിയൻ ബേസിസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആളുകളുടെ മൈൻഡ് സെറ്റിൽ ഇതുവരെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അല്ലെ. പീപ്പിൾസ് ബിലീവ് ഇൻ ദ ഡിവൈൻ വാസ് സംടൈംസ് ഡീപ്ലി പേഴ്സണൽ. ഇപ്പൊ ആളുകൾക്ക് അവരുടെ റിലീജിയസ് എന്താ പറയാ ഐഡൽസിനോടുള്ള അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ബട്ട് മോർ യൂഷ്വലി ഇറ്റ് വാസ് കളക്റ്റീവ്. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മൊത്തത്തിലുള്ള ഒരു ബിലീഫ് ആയിരിക്കും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അല്ലെ. അതല്ലേ പിന്നെ അവര് പറയുന്ന ഓരോ ഇതും അല്ലെ പാർട്ടി ബേസിൽ റിലീജിയസ് ബേസ്ഡ് ആവുമ്പോഴാണ് നമ്മൾ ആ കളക്റ്റീവ് ഗ്രൂപ്പ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വിശ്വസിക്കും, നമ്മളത് ഫോളോ ചെയ്യും അല്ല. അങ്ങനെ കളക്റ്റീവ് ബിലീഫ് എന്ന് പറയുമ്പോൾ എന്താണ്? It was often closely connected with നമ്മുടെ സമൂഹവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തരത്തിലായിരിക്കും കളക്റ്റീവ് ബിലീഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആസ് ദ സോഷ്യൽ വേൾഡ് ഓഫ് ദിസ് ഗ്രൂപ്പ്സ് ഓൾട്ടേർഡ് സോ ദേ ടു ഡിഡ് ദിയർ ബിലീഫ്സ്. എന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഈ കളക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓൾട്ടേർഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള റിലീജിയൻ നമുക്ക് ഫോളോ ചെയ്യാം അല്ലെ. It was during this period that important changes occurred in what we call Hinduism today. അങ്ങനെ വലിയൊരു മാറ്റം വന്നത് ഏതൊരു റിലീജിയനിലാണ്? ഹിന്ദുയിസത്തിലാണ്. എന്ത് മാറ്റമാണ്? ദിസ് ഇൻക്ലൂഡഡ് ദ വർഷിപ്പ് ഓഫ് ന്യൂ ഡെയിറ്റീസ്, ദ കൺസ്ട്രക്ഷൻ ഓഫ് എന്തൊക്കെ മാറ്റങ്ങളാണ് പിന്നെ വന്നത്? ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു റിലീജിയനിലെ ബേസിസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ വർഷങ്ങളിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. അവിടെ വർഷിപ്പ് ഓഫ് ന്യൂ ഡെയിറ്റീസ് വന്നു. പലതരത്തിലുള്ള ഭഗവാൻ അല്ലെ, പലതരത്തിലുള്ള ഗോഡ്സിന്റെ എന്താണ് വിഗ്രഹങ്ങൾ വന്നു. ഇപ്പൊ ശിവൻ, പാർവതി, അങ്ങനെ ഗണപതി, അങ്ങനെ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള ടെമ്പിൾസും വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അല്ലെ. കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ആൻഡ് ഗ്രോയിങ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാഹ്മണാസ് അല്ലെ. ബ്രാഹ്മണാസ് അവരുടെ വേദങ്ങള് ഒക്കെ ഇതാക്കുന്ന അല്ലെ, അമ്പലങ്ങള്, പ്രീസ്റ്റ് പൂജാരിമാരൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഗ്രൂപ്പായി ഈ ഒരു സൊസൈറ്റി ഹിന്ദുയിസം ബേസ്ഡിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ ഹിന്ദുയിസത്തിൽ വന്നിട്ടുള്ള ആ റിലീജിയനിൽ വന്നിട്ടുള്ള കാലങ്ങളായി വന്നിട്ടുള്ള മാറ്റം. എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു? ദ വർഷിപ്പ് ഓഫ് ന്യൂ ഡെയിറ്റീസ് നമ്മൾ പറഞ്ഞു മക്കളെ. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് അല്ലെ, ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തു, പുതിയ ടെമ്പിൾസ്. ആൻഡ് ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാഹ്മണാസ് എന്ന റിലീജിയൻ ആണ് മെയിൻ ആയിട്ട് ഈ ടെമ്പിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നത്. ആൻഡ് പ്രീസ്റ്റ് അല്ലെ, പ്രീസ്റ്റുകള് നമ്പൂതിരിമാര് അല്ലെ, അതൊക്കെ എല്ലാ പൂജകളും ചെയ്യാൻ വേണ്ടി പ്രീസ്റ്റുകള് അതൊക്കെ ആയിരുന്നു ഡൊമിനന്റ് ഗ്രൂപ്പ്സ് ഇൻ ദ സൊസൈറ്റി ആ ഒരു കാലഘട്ടം. ഓക്കെ, ആൻഡ് their knowledge of Sanskrit text earned the Brahmanas a lot of respect in society. എന്ന് വെച്ചാല് ഈ ഒരു സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ുള്ള നോളേജ്, ഈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ ഭാഷയിൽ കൂടുതൽ നോളേജ് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ ബ്രാഹ്മിൺസിനായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ അവർക്ക് കൂടുതൽ എന്ത് കിട്ടിയിരുന്നു മക്കളെ? ബഹുമാനം കിട്ടിയിരുന്നു, റെസ്പെക്ട് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, and their dominant position was consolidated by support of their patrons. New rulers were searching for prestige. എന്ന് വെച്ചാല് പിന്നെ പുതിയ ആളുകള്, പുതിയ റൂളേഴ്സ് വന്നപ്പോ ഇവരുടെ ഇതിൽ തന്നെ എന്ത് വന്നു? ഇവരുടെ പാറ്റേണിൽ തന്നെ, ഹിന്ദുയിസത്തിന്റെ പാറ്റേണിൽ തന്നെ വലിയ ചേഞ്ചസ് വന്നു എന്നാ പറയുന്നത്. വൺ ഓഫ് ദ മേജർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എമർജൻസ് ഓഫ് ദി ഐഡിയ ഓഫ് ഭക്തി മൂവ്മെന്റ്. അതെന്താ ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ലവിങ്
personal deity that was devotees could reach without the aid of priest or elaborate rituals. നമ്മുടെ ഉള്ളിലായിരിക്കണം എന്ത് ദൈവം ഇരിക്കേണ്ട മൈൻഡ് സെറ്റ് അല്ലെ. അല്ലാതെ പോയി നമ്മൾ അമ്പലങ്ങളിൽ കയറി എല്ലാ പൂജകളും നടത്തുന്ന അതൊക്കെ ഒഴിവാക്കണം നമ്മുടെ അല്ലെ. അതാണ് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റി റീച്ച് വിത്തൗട്ട് ദ നമ്മൾ എന്താ അമ്പലങ്ങളിൽ പോവാതെ പൂജകൾ ഒന്നും നേർച്ചകളൊന്നും ചെയ്യാതെ നമ്മൾ ഉള്ളില് ഒരു ഡിവോട്ടി അല്ലെ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് വൺ ഓഫ് ദി ഐഡിയൽ ഓഫ് ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവരാണ് മേജർ ചേഞ്ചസ് കൊണ്ടുവന്നത്. ആൻഡ് ദിസ് വാസ് ഓൾസോ ദ പീരീഡ് വെൻ ന്യൂ റിലീജിയൻ അപ്പിയർഡ് ഇൻ സബ് കോണ്ടിനെന്റ്. അങ്ങനെ പല പല റിലീജിയൻസിന്റെ ഡെവലപ്മെന്റ് വന്നതും ഈ ഒരു കാലഘട്ടമാണ് 700 ആ ഒരു ഏജില്. ഓക്കെ, ന്യൂ റിലീജിയസ് appeared. Merchants and migrants first brought the teachings of holy. ഇത് വെച്ചാല് പല അറബ് രാജ്യങ്ങളിൽ നിന്ന് ട്രേഡേഴ്സ് വന്നു അല്ലെ മക്കളെ. അപ്പൊ അവിടെ എന്തായി, അവരുടെ സംസ്കാരങ്ങളൊക്കെ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തു അല്ലെ. അതാണ് ഹോളി ഖുറാൻ ഇന്ത്യയിലേക്ക് വന്നത് 7th century 7ാം നൂറ്റാണ്ടിലാണ് ഈ ഖുറാനൊക്കെ ഖുറാൻ പഠിപ്പിക്കുന്ന രീതികളൊക്കെ അല്ലെ മോസ്കിന്റെ ഡെവലപ്മെന്റ് ഒക്കെ വന്നത് ഈ ട്രേഡേഴ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ മക്കളെ. ആൻഡ് മുസ്ലിം റിഗാർഡ് അല്ലെ മുസ്ലിംസുകള് അവരുടെ ഖുർആൻ എന്ന് പറയുന്ന അവരുടെ ഹോളി ബുക്ക് ആയിട്ട് കരുതപ്പെടുന്നുണ്ട് അല്ലെ. ആൻഡ് ആക്സെപ്റ്റ് ദി സോവറിറ്റി ഓഫ് വൺ ഗോഡ്. അവർ വിശ്വസിക്കുന്ന ഐഡൽ എന്ന് പറയുന്നത് ഒരു ദൈവം അല്ലെ, അവർക്ക് അല്ലാഹ് ആണ് അല്ലെ. whose love, mercy and bounty embrace all those who believe in without regard to social background. എല്ലാവരെയും ഒരുപോലെ കാണണം അല്ലെ, ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെയും വേർതിരിച്ച് കാണരുത് എന്നാണ് മുസ്ലിം ഹോളി ഖുറാന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. Next, many rulers were patrons of Islam and the ulama learned theologians and jurists. പിന്നെ എന്തായി, പല റൂളേഴ്സും എന്തായി ഇസ്ലാം റിലീജിയനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പല റൂളേഴ്സും വന്നു അല്ലെ. പല ലേൺഡ് ആയിട്ടുള്ള തിയോളജിയൻസ്, ജൂറിസ്റ്റ് അല്ലെ, പള്ളികളിലുള്ള ഉസ്താദുമാര് അങ്ങനെ ഈ മോസ്കിലൊക്കെ ഇങ്ങനെ പഠനം നടത്തി ഇസ്ലാമിന്റെ എല്ലാ ഐഡിയൽസും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സസ് ഒക്കെ കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ലൈക്ക് ഹിന്ദുയിസം, ഇസ്ലാം വാസ് ഇന്റർപ്രറ്റഡ് ഇൻ വെറൈറ്റി ഓഫ് വേസ് ബൈ ഇറ്റ്സ് ഫോളോവേഴ്സ്. അങ്ങനെ ഹിന്ദുയിസം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിന്റെ കടന്നുവരവും പല ചേഞ്ചസുമാണ് ഈ ഒരു ഇതില് പറഞ്ഞത്. ഓക്കെ, and there were the Shia Muslim who believed that the Prophet Muhammad's son-in-law Ali was the legitimate leader of Muslim community. എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് മക്കളെ? ഇപ്പോ ഷിയ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് മുസ്ലിംസ് ഉണ്ട്. അവർ വിശ്വസിക്കുന്നത് ഇപ്പോ പ്രൊഫറ്റ് ആയിട്ടുള്ളവരെ മുഹമ്മദിന്റെ സൺ ഇൻ ലോ ആയിട്ടുള്ള അലിയാണ് അവരുടെ ലീഡർ എന്നാണ് അവർ വിശ്വസിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ. ആൻഡ് ദ സുന്നി Muslims who accepted the authority of early leaders. അതുപോലെ തന്നെ ഈ സുന്നി മുസ്ലിംസ് എന്ത് ചെയ്തു, ആക്സെപ്റ്റഡ് ആണ് ഈ ഖാലിഫാസിന്റെ ഒക്കെ ഈ ഒരു ലീഡർഷിപ്പ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഇവര്. ആൻഡ് ദ സക്സീഡിങ് ഖാലിഫാസ്. അപ്പൊ ഷിയ മുസ്ലിംസ് വിശ്വസിക്കുന്നത് ഈ മുഹമ്മദിന്റെ സൺ ഇൻ ലോ ആയിട്ടുള്ള അലിയാണ് ഇവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ലെജിറ്റിമേറ്റ് ലീഡർ എന്നാണ് പറയുന്നത്. പക്ഷെ സുന്നി മുസ്ലിംസ് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, ഈ ഖാലിഫാസ് എന്ന് പറയുന്ന റൂളേഴ്സില് ആണ് അവർ വിശ്വസിക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് വൺ, തിങ്കിങ് അബൌട്ട് ദ ടൈം ആൻഡ് ഹിസ്റ്റോറിക്കൽ പീരീഡ്സ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് ആ ഒരു പല ഏജസിലും വന്നിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ, ടൈം ഓൾസോ റിഫ്ലെക്ട്സ് ചേഞ്ചസ് അല്ലെ. എന്ന് വെച്ചാൽ ഓരോ സമയം വിശേഷിപ്പിക്കുന്നത് ആ ഒരു ടൈമിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് അല്ലെ. അതുപോലെ തന്നെ എന്തൊക്കെ ഇതിൽ ചേഞ്ചസ് വരും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഐഡിയാസ് അല്ലെ. പല ഐഡിയൽസ്, പല റിഫോമേഴ്സിന്റെ ഐഡിയൽസിൽ ചേഞ്ചസ് വരും. റിലീജിയസ് ആയിട്ടും പൊളിറ്റിക്കൽ ആയിട്ടും എക്കണോമിക്കലി അല്ലെ പല ചേഞ്ചസും വരും പല ടൈമില്. ദ സ്റ്റഡി ഓഫ് ടൈം ഇസ് മെയ്ഡ് സംവാട്ട് ഈസിയർ ബൈ ഡിവൈഡിങ് ദ പാസ്റ്റ് ഇൻ ടു ലാർജ് സെഗ്മെന്റ്സ് അല്ലെ ദാറ്റ് പോസസ് ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഇപ്പോ എന്താ പറയാ, നമ്മൾ പാസ്റ്റും പ്രസന്റുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ആ പാസ്റ്റ് തൊട്ടിട്ട് ഈ ഒരു പ്രസന്റ് വരെയുള്ള പല ടൈം ഓഫ് ഏജസ് എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആണ് അല്ലെ. ഇൻ ദ മിഡിൽ ഓഫ് ദ 19th century ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് അല്ലെ, അങ്ങനെ 19ാം നൂറ്റാണ്ടിന്റെ ഒരു എന്താ പറയാ ആ ഒരു ടൈമില്
ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ്, ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് ഡിവൈഡ് ചെയ്തു ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻറ്റു 3 periods. ഇന്ത്യൻ ഹിസ്റ്ററി 3 ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തു. ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്നാണ് അവര് നമ്മുടെ ഹിസ്റ്ററി ഡിവൈഡ് ചെയ്തിരുന്നത്. ബ്രിട്ടീഷുകാര് നമ്മുടെ ഹിസ്റ്ററി 19ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് മക്കളെ ഡിവൈഡ് ചെയ്തത്? ഇറ്റ് ഈസ് മെയിൻലി ഹിന്ദു, Muslim and British എന്നാണ്. The division was based on the idea that religion of rulers was the only important historical change. എന്താണ് മെയിൻ ആയിട്ട് അവിടെ വന്ന ഹിസ്റ്റോറിക്കൽ ചേഞ്ച് എന്ന് അവർ പറയുന്നത്? പല ഭരണാധികാരികളെയും ജാതി എന്ന് പറയുന്നത് വ്യത്യസ്തരായിരുന്നു ഓരോരുത്തരും, പല ഭരണാധികാരികളും. അതാണ് മെയിൻലി ചേഞ്ച് വന്നത്. There were no other significant developments in the economy, society or culture. അവരുടെ എക്കണോമിയിലോ അല്ലെങ്കിൽ കൾച്ചറിലോ വലിയ വലിയ മാറ്റങ്ങളോ ഒന്നുമില്ല. പക്ഷെ മെയിൻലി അവരുടെ റിലീജിയൻ, ഓരോ ഏജസിലുള്ള റൂളേഴ്സിന്റെ റിലീജിയൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് വന്നിരുന്നത്. Such a division also ignored the rich diversity. എന്ന് വെച്ചാൽ ആ ഒരു ഡിവിഷൻ അല്ലെ, ആ റിലീജിയൻ ബേസ്ഡിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരു ഡിവിഷൻ ആണ് കൊണ്ടുപോയി, വിഭജിക്കലായി പോയി. എന്ന് വെച്ചാൽ അത്രയും ഡൈവേഴ്സിറ്റിയിൽ ഒരുമയോടെ നിന്ന് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈ റിലീജിയൻ ബേസ്ഡ് ഡിവിഷൻ വന്നപ്പോഴാണ് തവിടുപൊടിയായിട്ട് ആകെ മാറി മറിഞ്ഞത് അല്ലെ. ഓക്കെ, early historians follow this periodization today. And few historians follow this periodization today. അല്ലെ, ഇപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? ഈ പണ്ടത്തെ ചരിത്രകാരന്മാരൊക്കെ ഈ ഒരു പീരിയഡൈസേഷൻ ഫോളോ ചെയ്യുന്നവരാണ്. And most looked economic and social factors to characterize the major elements of different moments of the past. എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹികരമായിട്ടുള്ള സാമ്പത്തികരമായിട്ടുള്ള മാറ്റങ്ങളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. The historians you read last year include a wide range of early societies. അല്ലെ, പണ്ട് കാലഘട്ടത്തെ ഹിസ്റ്റോറിയൻസ് കൂടുതലായിട്ട് ഈ ഹണ്ടേഴ്സ്, ഗ്യാദറേഴ്സ് അല്ലെ, ഫോറസ്റ്റിലുള്ള ഹണ്ടേഴ്സിനെയും ഗ്യാദറേഴ്സിനെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചതായിരുന്നു. പിന്നെ എന്തായി? ഏർലി ഫാമേഴ്സിന്റെ കടന്നുവരവായി. പിന്നെ പീപ്പിൾ ലിവിങ് ഇൻ ടൗൺസ് ആൻഡ് വില്ലേജസ്. അങ്ങനെ പല മാറ്റങ്ങളാണ്. പണ്ട് ആളുകൾ ഹണ്ടേഴ്സും ഗ്യാദറിങ്സും ഒക്കെ ആയിട്ട് ഫോറസ്റ്റിൽ ജീവിച്ചിരുന്നവരായിരുന്നു. പിന്നെ ഇവര് അഗ്രികൾച്ചറിലേക്ക് ഇതായിട്ട് ഏർലി ഫാമിങ്ങിലേക്ക് പോയി, ഏർലി ഫാമേഴ്സ് അല്ലെ. പിന്നെ ആളുകൾ എന്ത് ചെയ്തു? ഈ ഫാമിങ്ങിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാത്തതുകൊണ്ട് ടൗൺസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. പിന്നെ പലതരത്തിലുള്ള എംപയേഴ്സ്, പല ഏജസിലും പല ടൈപ്പ് ഓഫ് റൂളേഴ്സ് ആയിരുന്നു ഭരിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആൻഡ് ദ ഹിസ്റ്ററീസ്, പല ഏജസിലും ഹിസ്റ്ററീസ് ദാറ്റ് വിൽ ബി സ്റ്റഡിങ് ദിസ് ഇയർ ആർ ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് മിഡീവൽ. പല ഏജസും പല രീതിയിലായിരുന്നു പറഞ്ഞ. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്നുള്ള 3 ഡിവിഷൻസിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ അത് തിരിച്ചിരുന്നത് ഹിസ്റ്ററീസ് അല്ലെ. And the spread of peasant societies, the rise of regional, എന്ന് വെച്ചാല് the spread of peasant societies എന്ന് വെച്ചാല് peasant societies കൂടി വന്നു. ഓക്കെ, peasantsന്റെ ഒരു ഗ്രൂപ്പ്. And the rise of regional and imperial state ഫോർമേഷൻസ് എന്ന് വെച്ചാല് റീജിയണൽ ആയിട്ടുള്ള അല്ലെ, എന്ന് വെച്ചാൽ റീജിയണൽ കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള ഓരോ കിങ്ഡം ഓരോ റീജിയൻ ആയിരുന്നു, വാസ്റ്റ് എംപയർ ആണ്. ആ ബേസിസിലുള്ള ഡിഫറൻസസും ആ റീജിയണൽ ബേസിസിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ് ഫോം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. പിന്നെ സംടൈംസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് പാസ്റ്ററൽ ആൻഡ് ഫോറസ്റ്റ് പീപ്പിൾ അല്ലെ. പാസ്റ്ററൽ ആയിട്ടുള്ള ഫോറസ്റ്റ് പീപ്പിള് അവരുടെ ഇത്. പിന്നെ ഹിന്ദുയിസം ഫോം ചെയ്തു, അതുപോലെ തന്നെ ഇസ്ലാം റിലീജിയൻ ഫോം ചെയ്തു അല്ലെ. മേജർ റിലീജിയസ് ആൻഡ് അറൈവൽ ഓഫ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് മക്കളെ? ദി സ്പ്രെഡ് ഓഫ് പെസന്റ് സൊസൈറ്റി, പെസന്റ് ഗ്രൂപ്പ്സ് വന്നതിനെ കുറിച്ചും പലതരത്തിലുള്ള റീജിയണൽ ബേസ്ഡ് കിങ്ഡംസ്, റൂളേഴ്സ് വന്നു. അവിടെ സ്റ്റേറ്റ്, പലതരത്തിലുള്ള സ്റ്റേറ്റ് ഫോം ചെയ്തു ലാംഗ്വേജ് ബേസിസില്. പിന്നെന്താണ്? ഹിന്ദുയിസം വന്നു, ഇസ്ലാം റിലീജിയൻ വന്നു. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ പറയുന്നത്. ആൻഡ് ദീസ് 1000 years ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി വിറ്റ്നസ് കൺസിഡറബിൾ ചേഞ്ച്. ഈ ഒരു 1000കണക്കിന് വർഷങ്ങൾ നമ്മൾ താണ്ടിയപ്പോ പലതരത്തിലുള്ള ചേഞ്ചസ് ആണ് പൊളിറ്റിക്കലി, എക്കണോമിക്കലി, കൾച്ചറലി ഒക്കെ വന്നത്. ഓക്കെ, after all 16th and 18th centuries were quite different from 8th or 11th. എന്ന് വെച്ചാൽ ഇപ്പത്തെ സെഞ്ചുറീസും ഇപ്പത്തെ കാലഘട്ടവും ആ ഒരു 7th ആ ഒരു 11th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എത്ര വലിയ ചേഞ്ചസ് ആണ് വന്നത് അല്ലെ. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്? The medieval period is often called, medieval period നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും മോഡേൺ പീരീഡുമായിട്ട് അല്ലെ. മോഡേണിറ്റി carries with a sense of material progress. മോഡേണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറയാ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. എല്ലാവിധത്തിലുള്ള ഇന്റലക്ച്വൽ അഡ്വാൻസ്മെന്റ് വന്നിട്ടുള്ള ഒരു ഏജ് എന്നാണ് നമ്മൾ മോഡേൺ പീരീഡിനെ പറയുന്നത്. This seemed to suggest that medieval period was lacking in any change whatsoever. അല്ലെ? എന്ന് വെച്ചാൽ medieval പീരീഡിൽ എന്തോ ഒരു കാര്യം എന്തോ ഒരു കാര്യം ഇല്ലാത്തതിന് കൊണ്ട് പല ചേഞ്ചസും വന്നിട്ടുണ്ട്. അത്ര വലിയ ചേഞ്ചസ് മെഡീവൽ പീരീഡിൽ വന്നിട്ടില്ല. മോഡേൺ പീരീഡിലാണ് പലതരത്തിലുള്ള ഇന്റലക്ച്വൽ അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ഡ്യൂറിംഗ് ദിസ് 1000 years, societies of the subcontinent were transformed, often economies. അങ്ങനെ പല സൊസൈറ്റീസും എന്തായി മാറി? സെവറൽ റീജിയൻസ് ആയി മാറി. ഓക്കെ. എന്നിട്ട് അത് കൂടുതലായിട്ട് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിനെ അട്രാക്റ്റഡ് ആക്കി എന്നാണ് പറയുന്നത്. പല ചെറിയ ചെറിയ സൊസൈറ്റീസും അത് വലിയ വലിയ സാമ്പത്തികം ഉണ്ടാക്കുന്ന റീജിയൻസ് ആയിട്ട് മാറിയപ്പോ അതെന്തായി? ഈ യൂറോപ്യൻ ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ യൂറോപ്യൻ നാഷൻസിലുള്ള സെയിലേഴ്സിനെ കൂടുതൽ അട്രാക്റ്റഡ് ആക്കി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ. തിങ്കിങ് അബൌട്ട് ടൈം ആൻഡ് ഹിസ്റ്ററീസ് ഓഫ് പീരീഡ്. ടൈം എന്തൊക്കെ ഇതാണ് കൊണ്ടുവന്നത്? അതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞു ഹിന്ദുവിസത്തിന്റെ വരവോടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, അല്ലെ? ഹിന്ദുവിസം എന്നുള്ളത് വന്നപ്പോ അവിടെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് വന്നത്? പിന്നെയുള്ള കാലഘട്ടത്തെ മെയിൻലി ഇറ്റ് ഈസ് എ വർഷിപ്പ് ഓഫ് ന്യൂ ഡേറ്റീസ്, അല്ലെ? പുതിയ തരത്തിലുള്ള പുതിയ ദൈവങ്ങളെ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ എങ്ങനെയാണ്? ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ്, അല്ലെ? പലതരത്തിലുള്ള അമ്പലങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂ? അതുപോലെ തന്നെ പൂജാരിമാര് അവരൊക്കെ വരാൻ തുടങ്ങി. അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു പിന്നെയുള്ള ഏജസിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കടന്ന് പല മെർച്ചന്റ്സും മൈഗ്രൻസും ഇവിടെ വന്നപ്പോ അവരുടെ റിലീജിയനും ഇവിടേക്ക് വന്നു. അതാണ് മെയിൻലി ഈ മുസ്ലിം റീജിയന്റെ ഒരു ഇവോൾവ്മെന്റ് അവിടെയായിരുന്നു. ഇറ്റ് ഈസ് ത്രൂ ടീച്ചിങ്സ് ഓഫ് ഹോളി ഖുറാൻ ഒക്കെ 7th century മുതലാണ് വന്നത് ഇന്ത്യയിലേക്ക്, അല്ലെ? അപ്പൊ മുസ്ലിംസ് പിന്നെ ഖുറാനെ അവരുടെ സ്വന്തം ഹോളി ബുക്ക് ആയിട്ട് കണ്ടു. അവരുടെ ഗോഡ് എന്ന് പറയുന്ന അല്ലാഹ് ആണ്, അല്ലെ? എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ വേർതിരിച്ചു കാണാതെ എല്ലാവരും ഒന്നായിട്ട് കാണണം എന്നുള്ളതാണ് അവരുടെ ഐഡിയൽ. ഓക്കെ. പിന്നെന്താണ്? ഇപ്പോ ഷിയ എന്ന് പറയുന്ന മുസ്ലിംസും ഉണ്ട്, സുന്നി മുസ്ലിംസ് മെയിൻലി ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഷിയ എന്ന് പറയുന്ന മുസ്ലിംസ് വിശ്വസിക്കുന്നത് മുഹമ്മദ് സണ്ണിൻ ലോ അലിയാണ് ഇവരുടെ മെയിൻലി അവരുടെ ഈ ഒരു റിലീജിയനെ ഇതാക്കുന്ന ലെജിറ്റിമേറ്റ് ലീഡർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ എന്താണ് മക്കളെ? സുന്നി മുസ്ലിംസ് ആണ്. അവർ ആക്സെപ്റ്റ് ചെയ്ത എന്താണ്? അവരുടെ എന്ന് വെച്ചാല് ഏർലി ലീഡേഴ്സ് ആയിട്ടുള്ള ഖാലിഫാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സുന്നി മുസ്ലിംസ് വിശ്വസിക്കുന്നത്. ഖാലിഫാസിന്റെ ഐഡിയൽസിനൊക്കെയാണ് കൂടുതലായിട്ട് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. ആൻഡ് തിങ്കിങ് അബൌട്ട് ടൈം. ഓരോ ടൈമിൽ പലതരത്തിലുള്ള എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ. എന്തൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ? ഇപ്പൊ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞത് ഇന്ത്യ മെയിൻ ആയിട്ട് 3 ഡിവിഷൻസിലൂടെയാണ് അവരുടെ ഹിസ്റ്ററി. ഇറ്റ് ഈസ് ഇൻ ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്നാണ് ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന് ഇന്ത്യൻ ഹിസ്റ്ററി ഡിവൈഡ് ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ്? ഇറ്റ് ഈസ് റിലീജിയൻ ഓഫ് റൂളേഴ്സിന്റെ റിലീജിയന്റെ ബേസിലാണ്, ജാതിന്റെ ബേസിസിലാണ് കൂടുതലായിട്ട് അന്നത്തെ കാലഘട്ടത്ത് ഡെവലപ്മെന്റ്സ് നടന്നിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലുള്ള പൊളിറ്റിക്കൽ അതുപോലെ തന്നെ ആ ചേഞ്ചസിന് അത്ര മുൻഗണന ഓരോരുത്തരെ റിലീജിയൻ ബേസിസിലായിരുന്നു പോയിരുന്നത്. ആ ഒരു ഡിവിഷൻ ഓൾസോ ഇഗ്നോർഡ്. ഈ ഒരു റിലീജിയൻ ബേസ്ഡ് ഡിവിഷൻ എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഡൈവേഴ്സിറ്റി അത് പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. പിന്നെ പണ്ടത്തെ കാലത്ത് ഹിസ്റ്റോറിയൻസ് മെയിൻലി ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ആരുടെ കടന്നവരായിരുന്നു കൂടുതലായിട്ട് ഹിസ്റ്ററി പഠിക്കുമ്പോൾ? ഹണ്ടേഴ്സ്, ഗ്യാദറേഴ്സ്, ഫോറസ്റ്റില്. പിന്നെയാണ് ഫാമേഴ്സ് വന്നത്, അല്ലെ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് പെസൻസ് വന്നത്. പിന്നെയാണ് ഏർലി എംപയേഴ്സ്, അല്ലെ? കിങ്ഡംസ് ഉണ്ടായത്. അതൊക്കെയാണ് മെയിൻലി ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്? ദ സ്പ്രെഡ് ഓഫ് പെസന്റ് സൊസൈറ്റി. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്തത് മെയിൻലി ഈ ഒരു സെഷനിൽ മക്കളെ? ദ സ്പ്രെഡ് ഓഫ് പെസന്റ് സൊസൈറ്റി. ഗ്രൂപ്പ് ഓഫ് പെസൻസ് വന്നിട്ട് ഈ ഒരു പെസന്റ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നു. റൈസ് ഓഫ് റീജിയണൽ ആൻഡ് ഇമ്പീരിയൽ സ്റ്റേറ്റ്, അല്ലെ? എന്ന് വെച്ചാൽ റീജിയണൽ ബേസിസില്, ഇമ്പീരിയൽ ബേസിസില് ഓരോ സ്റ്റേറ്റും ഓരോരുത്തരുടെ കയ്യിലായി. ചോളാസ്, അല്ലെ? നമ്മൾ പറഞ്ഞു ചോളാസ്, തുഗ്ലക്സ് എന്നുള്ള മുഗൾസ്, അങ്ങനെ പല റൂളേഴ്സിന്റെയും
അല്ലെ റൂളിംഗ് പവർ കഴിഞ്ഞിട്ടാണ് പലതിലും അങ്ങനെയുള്ള പല രീതിയിൽ സ്റ്റേറ്റ് ഫോം ചെയ്തു. ആൻഡ് ദ കോസ്റ്റ് ഓഫ് പാസ്റ്ററൽ ആൻഡ് ഫോറസ്റ്റ് പീപ്പിൾ അല്ലെ, പിന്നെ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ആസ് മേജർ റിലീജിയൻസ് ആൻഡ് ദ അറൈവൽ ഓഫ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ്. അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റേറ്റ് എല്ലാവിധത്തിലും ഫോം ചെയ്തപ്പോ കറക്റ്റ് പൊളിറ്റിക്കലായിട്ട്, എക്കണോമിക്കലായിട്ട്, സോഷ്യൽ ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നപ്പോഴാണ് ആരുടെ അറൈവൽ എന്ന് പറയുന്നത്, ഈ യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിന്റെ അറൈവൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 1000 years ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ 8th 11th കണ്ടിട്ടുള്ള ഇന്ത്യയല്ല, ആ ഒരു സെഞ്ചുറിയിൽ കണ്ടിട്ടുള്ള ഇന്ത്യയല്ല ഇപ്പൊ 21st സെഞ്ചുറിയിൽ നമ്മൾ കാണുന്നത്. പല ചേഞ്ചസ് വന്നിട്ടുണ്ട്. പൊളിറ്റിക്കലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും അല്ലെ, അതുപോലെ തന്നെ കൾച്ചറലി ആണെങ്കിലും അഡ്വാൻസ്ഡ് ആണ്. പലതരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നപ്പോൾ ഇന്ത്യ അല്ലെ ഇറ്റ്സ് മോർ ഓവർ ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് നാഷൻ ആയിട്ട് മാറി. ഇപ്പോഴും ഡെവലപ്ഡ് അല്ല അല്ലെ, ഇനിയും കൂടുതൽ ഡെവലപ്മെന്റ്സ് വരാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ അഡ്വാൻസ്ഡ് ആവും അല്ലെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻലി പണ്ടത്തെ കാലഘട്ടത്തിൽ വോയേജസിന് അവർ യൂസ് ചെയ്തിട്ടുള്ള മാപ്സ്, നമ്മൾ അൽ ഐഡ്രീസിന്റെ മാപ്പ് പറഞ്ഞു, പിന്നെ ഫ്രഞ്ച് കാർട്ടോഗ്രാഫറിന്റെ വേറൊരു മാപ്പും പറഞ്ഞു. 600 വർഷങ്ങൾക്ക് ശേഷമാണ് മാപ്പ് 2 വന്നത്. പിന്നെ പല എംപയേഴ്സും, പിന്നെ ലാംഗ്വേജ് ബേസ്ഡിൽ വന്ന പല റീജിയൻസിനെ കുറിച്ച് പറഞ്ഞു, റിലീജിയൻ ബേസ്ഡിൽ വന്നിട്ടുള്ള റീജിയൻ, അതുപോലെ തന്നെ ഓരോ കാസ്റ്റിന്റെ ഓരോ റിലീജിയന്റെ ഡെവലപ്മെന്റ്, ഹിന്ദുയിസം ഇസ്ലാമിന്റെ ഒക്കെ പറഞ്ഞു അല്ലെ. പിന്നെ പെസന്റ് ഫോർമേഷൻസ് എങ്ങനെയാണ്, പല റിലീജിയന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയായിരുന്നു, എംപയർ ബേസ്ഡ് ഡെവലപ്മെന്റ് എങ്ങനെ വന്നു അല്ലെ, അങ്ങനെ പല ഈ ഒരു 1000 yearsൽ എന്തൊക്കെ കാലഘട്ടം, എന്തൊക്കെ തരത്തിലുള്ള റൂളേഴ്സിന്റെ ബേസ്ഡിലാണ് നമ്മുടെ സ്റ്റേറ്റ് ഫോം ചെയ്തത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്തത് കേട്ടോ. മറ്റൊരു ചാപ്റ്ററുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. താങ്ക്